ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണല്ലോ. അപ്പം വാവുത്സവം ആയതുകൊണ്ട് ഞാനും വീട്ടിലേക്ക് വന്നതാണ്. പൊന്നൂൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നേ. അവർ വരുമ്പോൾ വാക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് കുട്ടാപ്പു താങ്ങി കൊണ്ടുവന്നത്. അവളുടെ ചേച്ചിയും നാത്തൂനായിട്ട് ആദ്യം വന്നത്. ഞങ്ങളിവിടെ ദീപം തെളിയിക്കാനുള്ള എല്ലാ സെറ്റപ്പും റെഡിയാക്കുന്നുണ്ട്. പുറകെ അവളുടെ വലിയ ചേച്ചിയും മേമയും മേമയുടെ മോളും മക്കളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അവർ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ചായയൊക്കെ കൊടുത്ത് പിന്നെ വേഗം പണികളൊക്കെ തീർക്കണമല്ലോ. ഞങ്ങൾക്ക് ഉത്സവ സ്ഥലത്തേക്ക് പോകണം. പിന്നെ ഇവിടെ ഇവർ വന്നാലുള്ള മെയിൻ കുക്ക് മുത്തു ആട്ടോ. ഇവൾ നന്നായിട്ട് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കും. അമ്മ ഇവിടെ സാമ്പാറിലേക്കൊക്കെ ഉള്ള തേങ്ങ വറുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മിന്നുട്ടിയും ഗീതിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ ഞാൻ മുത്തു ചിക്കൻ കറി ഉണ്ടാക്കണതൊക്കെ പോയി ഒന്ന് നോക്കി എങ്ങനെയാ എന്താന്നൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണേ. അതൊക്കെ കഴിഞ്ഞ് പിന്നെയുള്ള എന്താ പരിപാടി എന്തായിരുന്നു, ഓരോ പണികൾ ഇങ്ങനെ എടുക്കുക, കുറേ വർത്താനം പറയുക, ഇതൊക്കെ തന്നെ പരിപാടി. അത് കഴിഞ്ഞ് പൊന്നൂൻ്റെ ചേച്ചി ഒരു ബ്യൂട്ടീഷ്യനാണ് കേട്ടോ. ഇവ എന്നാണ് ബ്യൂട്ടി പാർലറിൻ്റെ പേര്. ബാലുശ്ശേരി കേട്ടോ. ചേച്ചി വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പം പുരികം ത്രെഡ് ചെയ്യിപ്പിക്കും. അതാണ് എൻ്റെ മെയിൻ പരിപാടി. അതൊക്കെ കഴിഞ്ഞ് പൊന്നൂൻ്റെ അടുത്ത് കൊണ്ടുവന്ന വാക്കുകൾ നമ്മൾ ഊരി വെക്കണം. നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ കൊടുക്കണമല്ലോ. അത് അമ്മയും പൊന്നും കൂടെ റെഡിയാക്കി വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നമ്മൾ ഇന്നാളെടുത്ത ഡ്രസ്സ് ഇവർക്ക് എല്ലാവർക്കും കൊടുക്കുകയാണേ. അതൊക്കെ കൊടുത്ത് ഞങ്ങളെല്ലാവരും മാറ്റി പിന്നെ ചിരാത് കത്തിക്കാനുള്ള പരിപാടി നോക്കിയിട്ടോ. എല്ലാവരും റെഡിയായി നിൽക്കുന്നത് ഉത്സവ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടോ. എന്നാൽ റെഡി ആയിട്ടൊരു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമല്ലോ ചിരാത് കത്തിച്ചാൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ വേഗം എല്ലാവരും കൂടെ ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് നേരെ ഉത്സവ സ്ഥലത്തേക്ക് വിട്ടുട്ടോ. ഈ വണ്ടി വിളിച്ചതാട്ടോ ഞങ്ങൾ. ഇത്രയും ആൾക്കാർക്ക് പോകണമല്ലോ, ഓട്ടോയിൽ പോയ ഇത്രയും ആൾ കൊള്ളൂലല്ലോ. അപ്പം ഞങ്ങൾ ഈ വണ്ടിക്കാട്ടോ. കുറച്ച് പോകാനേ ഉള്ളൂ, നമ്മളിവിടുന്ന് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പം എല്ലാവരും കൂടെ വണ്ടിയിലൊക്കെ കയറി ഞങ്ങൾ അവിടെ എത്തി. മഴ നല്ലതായിട്ട് ചാറുന്നുണ്ട്, എന്നാലും ആര് വക വെക്കണം, എല്ലാവരും മഴയത്തായാലും നടക്കുന്നുണ്ട് കേട്ടോ. എല്ലാ നാട്ടുകാരും നമ്മുടെ നാട്ടുകാരൊക്കെ കാത്തിരുന്ന ഒരു ഉത്സവമാണ് ഈ കടലുണ്ടി വാത്സവം എന്ന് പറയുന്നത്. ഇതൊരു വികാരമാണ് കേട്ടോ നമ്മളുടെ നാട്ടുകാരുടെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നോക്കി അത്യാവശ്യം നല്ല തിരക്കുണ്ട്, മഴ ചാർന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഈ ഒരു സംഭവത്തിൻ്റെ പേരെന്തൊക്കെയല്ല മക്കൾ ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നടക്കുക കേട്ടോ. ഇവരാദ്യമായിട്ടാണ് ഇത്രയും കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഉത്സവത്തിന് വരുന്നത് എന്നാണ്. ഇതിൻ്റെ ഒരു പകുതി കച്ചവടക്കാരും പരിപാടികളൊക്കെ അവരുടെ നാട്ടിൽ ഉത്സവത്തിന് ഉണ്ടാവാറുള്ളൂ എന്നാട്ടാ പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് റിനുമോൾക്ക് ടോയ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കാണിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഓട്ടോ വിളിച്ച് നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അത്യാവശ്യം നല്ല ടൈം ആയിട്ടുണ്ടായിരുന്നേ. ഒരുപാട് കാണാനും അവിടെ പോരാൻ തോന്നിയില്ലായിരുന്നു ശരിക്കും കേട്ടോ. അവിടെ ഇങ്ങനെ നടക്കാനായിട്ടോ തോന്നിയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി വേഗം ചോറ് കഴിച്ചു കേട്ടോ. എന്തായിരുന്നു അന്ന് നല്ല മീൻ സൂത കറിയും പിന്നെ പച്ചക്കറിയോ അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പം ഇനി വാത്സവത്തിൽ